വരകളിൽ വിസ്മയം തീർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ എ ആനന്ദലാലിന്റെ മറ്റൊരു കലാസൃഷ്ടിയും ശ്രദ്ധേയമാവുകയാണിപ്പോൾ. അനന്തലാൽ വരച്ച കൊച്ചി വാട്ടർ മെട്രോയെക്കുറിച്ചുള്ള കൂറ്റൻ പെയിന്റിംഗ് ഹൈക്കോർട്ട് ടെർമിനലിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അനാച്ഛാദനം ചെയ്തു. എ പോലീസ് സ്റ്റോറി എന്ന് പേരിട്ട ചിത്രപ്രദർശനം ശ്രദ്ധേയമായതിനു പിന്നാലെയാണ് വാട്ടർ മെട്രോ പ്രമേയമാക്കിയുള്ള പെയിന്റിംഗ്. അതും 15 അടി നീളമുള്ള വലിയ ക്യാൻവാസിൽ. തിരക്ക് പിടിച്ച ജോലിക്കിടയിലും സമയം കണ്ടെത്തി 1 വർഷം കൊണ്ടാണ് കൊച്ചി സൈബർ ഡോമിലെ ഇൻസ്പെക്ടറായ എ അനന്തലാൽ ഇത് പൂർത്തീകരിച്ചത്. വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ട് ടെർമിനലിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പെയിന്റിംഗ് അനാച്ഛാദനം ചെയ്തു. പോലീസുകാരെ കുറച്ച് സർഗാത്മകതയും കലാബോധവും ഉണ്ടാകുന്നത് സമൂഹത്തിനും കുറെ സഹായകരമായിരിക്കും. അതിനെയും ശക്തിപ്പെടട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അതിനോടൊപ്പം പ്രവർത്തിച്ച ബാക്കി എല്ലാ ടീമംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തന്റെ പെയിന്റിങ്ങിനെ കുറിച്ച് എ ആനന്ദലാൽ ബെഹ്റ സാർ വീണ്ടും എന്നോട് ഒരു മെട്രോയിനെ കുറിച്ച്, വാട്ടർ മെട്രോയിനെ കുറിച്ചൊരു പടം അദ്ദേഹം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതും വലിയൊരു പടം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ആ ഒരു കൺസെപ്റ്റിലാണ്, ബെഹ്റ സാറിൻ്റെ കൺസെപ്റ്റിലാണ് ഇങ്ങനെ ഒരു പടം വരയ്ക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായത്. 70-ലധികം ചിത്രങ്ങളാണ് ആനന്ദലാൽ ഇതുവരെ വരച്ചിരിക്കുന്നത്. ജലഛായ ചിത്രം, അക്രിലിക്, എണ്ണഛായ ചിത്രങ്ങൾ എല്ലാം ഉണ്ട്. കോവിഡ് സമയത്ത് മെട്രോ സ്റ്റേഷൻ CI ആയിരിക്കെ ആനന്ദലാൽ സംവിധാനം ചെയ്ത കൊച്ചി സിറ്റി പോലീസിന്റെ നിർഭയം എന്ന ഗാനം ഏറെ വൈറലായിരുന്നു. പല സിനിമകളിലും ചെറുവേഷങ്ങളിലെത്തിയിട്ടുള്ള ഈ കാക്കിക്കുള്ളിലെ കലാകാരന് കവിതയിലും സംഗീതത്തിലും കമ്പമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നായനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്നേഹ 70-ലധികം ചിത്രങ്ങൾ വരച്ചു. ഈ പോലീസ് ഡ്യൂട്ടിക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇല്ലാതാക്കുന്നില്ല, വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണല്ലേ. ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരായ പോലീസുകാരെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്, വാർത്തയാക്കുന്നതാണ്. അങ്ങനെ കലാകാരന്മാരായിട്ടുള്ള പോലീസുകാരെ അവരെ വർണ്ണിക്കാൻ വേണ്ടി, വിവരിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ ഈ കൊച്ചി സൈബർ ഡോം ഇൻസ്പെക്ടറായ അനന്തലാലിനെ സംബന്ധിച്ച് ആ ഒരു പേര് അനർത്ഥമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു കലാകാരൻ, അതായത് അദ്ദേഹം ഈ ചിത്രരചനയ്ക്കൊക്കെ പുറമെ ഈ പാട്ടുപാടും, മാത്രമല്ല ഈ സിനിമയിലൊക്കെ അഭിനയിക്കും. അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ വളരെയേറെ തിരക്കേറിയൊരു ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. വളരെയേറെ ഭാരിച്ച ഒരു ചുമതല തന്നെയാണ്. പക്ഷേ അതിനിടയിലും അദ്ദേഹത്തിന്റെ പാഷന് വേണ്ടിയിട്ടുള്ള ഒരു സമയം. ശരിയാണ്, അത്രത്തോളം വലിയൊരു ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ കൂടിയാണ് ചിത്രകലയും അഭിനയവും സംഗീതവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും ആ കഴിവുകൾ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ശരി സ്നേഹ.